ഇടുക്കി ഉടുമ്പൻചോലയിൽ എം മണി വീണ്ടും മത്സരിച്ചേക്കും. 2 ടേം വ്യവസ്ഥയിൽ മണിക്ക് ഇളവ് നൽകണമെന്ന് CPM ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് വിവരം. പാർട്ടി സമ്മതം മൂളിയാൽ മണി 4ാം തവണയും ജനവിധി തേടും. പ്രിൻസ് പി ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഏത് വിധേനയും മണ്ഡലങ്ങൾ പിടിക്കുക എന്നത് തന്നെയാണ് ഇത്തവണ LDFും CPMും ലക്ഷ്യമിടുന്നത്. സ്വാഭാവികമായും ഏറ്റവും ജനകീയനായ എം മണിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം പ്രാദേശികമായി വലിയ രീതിയിൽ ഉയരുകയാണോ? തീർച്ചയായും എം മണി മണ്ഡലത്തിൽ വീണ്ടും ജനവിധി നേടിയാൽ ഉടുമ്പൻചോല തീർച്ചയായും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നാണ് പ്രവർത്തകരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണയൊക്കെ മികച്ച ഭൂരിപക്ഷത്തിൽ, മണ്ഡലത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ എം മണി ഉടുമ്പൻചോലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് കഴിഞ്ഞ 3 തവണ എം മണി മത്സരത്തിൽ ഉടുമ്പൻചോല മത്സരിക്കുന്നത് കഴിഞ്ഞ 2 തവണ തുടർച്ചയായി വിജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2014 നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയിക്കെങ്കിലും കഴിഞ്ഞ തവണ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ എം മണി മാറി ഒരാൾ വന്നു കഴിഞ്ഞാൽ വിജയസാധ്യത എന്ന സംബന്ധിച്ചുള്ള ആശങ്കയൊക്കെ ഇടതു ക്യാബിനുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സാഹചര്യമുണ്ട്. മുൻപ് 10 പഞ്ചായത്തുകളും മണ്ഡലത്തിൽ 10 പഞ്ചായത്തുകളും ഇടതിനൊപ്പമായിരുന്നു. ഒപ്പം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും എല്ലാ ജില്ലാ ഡിവിഷനുകളും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി മാറിയിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. ഒപ്പം രാജകുമാരി പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം എത്തുകയും ഇത് നറുക്കെടുപ്പിലൂടെയാണ് ഇടതുപക്ഷത്തിലേക്ക് എത്തിയത്. ഒപ്പം ഇടതിന്റെ ഉരുക്കുകോട്ടയെ വിലയിരുത്തപ്പെട്ട രാജാക്കളിൽ ദയനീയമായ ഒരു പ്രകടനമാണ് ഇടതുപക്ഷം നേരിടേണ്ടി വന്നത്. ഇടതുപക്ഷം രാജാക്കാട് പഞ്ചായത്ത് വർഷങ്ങൾക്ക് ശേഷം UDF പിടിച്ചെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ പുതിയൊരു സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ കൂടുതൽ എം മണി തന്നെ വേണം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് പാർട്ടി നേതൃത്വവും പ്രവർത്തകരും എത്തുന്നത്. എം മണി ആണെങ്കിൽ വളരെ ഈസിയായി മണ്ഡലം നിലനിർത്താനാവുമെന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. മികച്ച വിജയം ആവർത്തിക്കാനാവുമെന്ന് കഴിയുന്നു. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വോട്ടായി മാറുമെന്നും അതിൽ ഊന്നിയുള്ള പ്രചാരണം നടത്താമെന്നുമാണ് പ്രവർത്തകർ വിലയിരുത്തുന്നത്. എന്തായാലും പ്രദേശ തെരഞ്ഞെടുപ്പിലെ ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് ആ ഒരു സാഹചര്യങ്ങൾ തിരിച്ചടി കൂടി കണക്കെടുത്തിലാവും പ്രചാരണം നടത്തുക. പ്രത്യേകിച്ചും ഇടത് കോട്ടയെ കരുതപ്പെട്ട പല പഞ്ചായത്തുകളും വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അതൊക്കെ മറികടക്കണമെങ്കിൽ എം മണി തന്നെ മത്സരരംഗത്തേക്ക് എത്തണമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ഒരു വിലയിരുത്തൽ. ശരി, പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ എം മണി വീണ്ടും മത്സരിച്ചേക്കും. പ്രാദേശിക നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് അപേക്ഷ നൽകും എന്നതാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.